UDF സർക്കാർ അധികാരത്തിൽ വന്ന 2 മാസം കഴിഞ്ഞു. ഒരു ഭാഗത്ത് നിയമനങ്ങളിൽ വിവാദങ്ങളോട് വിവാദങ്ങളാണ്, മറുഭാഗത്തോ ചിലയിടത്ത് നിയമനങ്ങൾ നടക്കുന്നതേയില്ല. പറഞ്ഞു വന്നത് ബോർഡ്, കോർപ്പറേഷൻ എന്നിവിടങ്ങളുടെ അവസ്ഥയാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. എല്ലാം തോന്നും പടിയോ? റിപ്പോർട്ടർ ബ്രേക്കിംഗ്. VD സതീശൻ സർക്കാർ അധികാരമേറ്റ് 2 മാസം പൂർത്തിയാകുമ്പോഴും ബോർഡ്, കോർപ്പറേഷൻ നിയമനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ചർച്ചകൾ വൈകുന്നതിൽ UDFിലും കോൺഗ്രസിലും അതൃപ്തി രൂക്ഷമാണ്. ഘടകകക്ഷികളുമായി ബോർഡ്, കോർപ്പറേഷൻ വിഭജന ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ല. കോൺഗ്രസ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും അപൂർണമാണ്. ഇത് മന്ത്രിമാരുടെ ഓഫീസ് പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, ബോർഡ്, കോർപ്പറേഷൻ നിയമനങ്ങൾ അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നു. ഘടകകക്ഷികൾക്കടക്കം അതിൽ എതിർപ്പുണ്ട്. അതിനേക്കാൾ പ്രശ്നം ഈ മന്ത്രിമാരുടെ സ്റ്റാഫുമായി ബന്ധപ്പെട്ടാണ്. മന്ത്രിമാരുടെ ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശം കൂടിയാണ്. അതിൽ ഒരു നിഷേധാത്മക സമീപനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മാധു, ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം 2 മാസമായി, അതും 100-ലേറെ സീറ്റ് ലഭിച്ച അധികാരത്തിലെത്തിയതാണ്. ഒരു പ്രതിസന്ധിയുമില്ല തീരുമാനമെടുക്കാൻ. പക്ഷേ കൂടിയാലോചനകൾ നടക്കുന്നില്ല. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്ന വിമർശനം പല കോണുകളിലും ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പോലും അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഏതാണ്ട് ഭൂരിഭാഗം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ചു എന്ന് പറയാം. മറ്റു പ്രധാനപ്പെട്ട മന്ത്രിമാർക്കൊന്നും, അത് PC വിശ്വാസ് മന്ത്രിയുടെ ഓഫീസിൽ പോലും പൂർണ്ണമായി നിയമനം നടന്നിട്ടില്ല. M ലിജുവിന്റെ ഓഫീസിൽ നിയമനം നടന്നിട്ടില്ല. ഒപ്പം OJ ജനീഷ് കുമാറിന്റെ ഓഫീസിൽ നിയമനം പൂർണ്ണമല്ല. അങ്ങനെ കോൺഗ്രസ് മന്ത്രിമാരുടെ ഓഫീസിലൊന്നും പേഴ്സണൽ സ്റ്റാഫുകൾ പൂർണ്ണമായി നിയമിച്ചിട്ടില്ല. അതാണ് അവിടെ ഫയലുകൾ പരിശോധന പോലും ബുദ്ധിമുട്ടിലാക്കുന്നത്. അതേസമയം തന്നെയാണ് ബോർഡ്, കോർപ്പറേഷൻ അധ്യക്ഷ നിയമനമടക്കം പ്രതിസന്ധിയിലാകുന്നത്. അതിന്റെ പ്രാഥമിക ചർച്ച പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. 2 മാസമായി UDF അധികാരത്തിലെത്തിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്, 2ാം നിരയുള്ള നേതാക്കൾക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് ബോർഡ്, കോർപ്പറേഷൻ. 5 വർഷമായിരിക്കും ഭൂരിഭാഗം ബോർഡിന്റെയും കാലാവധി. ആ കാലാവധി 5 വർഷം പൂർത്തിയാകണമെങ്കിൽ ഇപ്പോൾ 2 മാസം കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആദ്യം UDFിലാണ് ചർച്ച നടത്തേണ്ടത്. UDFിൽ ഈ ബോർഡ്, കോർപ്പറേഷന്റെ വിഭജനം പൂർത്തിയാക്കണം. ഓരോ ഘടകകക്ഷികൾക്കും എത്ര ബോർഡുകൾ, എത്ര കോർപ്പറേഷൻ എന്നതിൽ തീരുമാനമെടുക്കണം. അതിനുശേഷമാണ് കോൺഗ്രസിന് ലഭിച്ച ബോർഡ്, കോർപ്പറേഷന്റെ ആരൊക്കെയാകണം അധ്യക്ഷന്മാർ, ആരൊക്കെ അംഗങ്ങളാകണം എന്നതിൽ ചർച്ചകളും തീരുമാനവും വരേണ്ടത്. ഇപ്പോഴും അതിന്റെ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല. പാർട്ടി യോഗങ്ങൾ വിളിക്കുന്നില്ല. ഇതിലൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾക്കൊക്കെ കടുത്ത അതൃപ്തിയുണ്ട്. ഒപ്പം മന്ത്രിമാർക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയാക്കാതെയുള്ള അസംതൃപ്തി. കാരണം ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുമെന്ന ആശങ്ക മന്ത്രിമാർക്കുണ്ട്. അങ്ങനെ കടുത്ത പ്രതിസന്ധിയാണ് ഇവിടെ. കാരണം ചർച്ചകൾ നടക്കുന്നില്ല. അധികാരം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തതെന്ന ചോദ്യം പ്രവർത്തകർ ഉയർത്തുകയാണ്. കാരണം അധികാരത്തിലെത്തിയിട്ടും LDFിന്റെ ബോർഡ് അംഗങ്ങൾ, ഒപ്പം കോർപ്പറേഷൻ അംഗങ്ങളൊക്കെ തുടരുകയാണ്. പലരും, ചിലരൊക്കെ രാജിവെച്ചെങ്കിലും പലയിടങ്ങളിലും ബോർഡ്, കോർപ്പറേഷനിൽ അംഗങ്ങളും അധ്യക്ഷന്മാരും ഒക്കെ തുടരുന്നുണ്ട്. അതിനുള്ള അസംതൃപ്തി കൂടിയുണ്ട്. നേരത്തെ ചില ബോർഡുകളിലൊക്കെ വാഹനങ്ങൾ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ വകുപ്പ് മന്ത്രിമാർക്കൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാരവാഹികൾ കത്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ തരത്തിൽ ചർച്ച നടക്കാത്തതിന്റെ കാരണമാണ് ഇപ്പോഴും വ്യക്തമാകാത്തത്. പാർട്ടിക്ക് അധ്യക്ഷനില്ലാത്തത് കൊണ്ടാണോ കൃത്യമായ ഇത്തരത്തിൽ ചർച്ച നടക്കാത്തതെന്ന ചോദ്യമുണ്ട്. UDF വിളിക്കുന്നില്ല. കോൺഗ്രസിന്റെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ യോഗം പോലും വിളിക്കുന്നില്ല എന്ന ഒരു പരാതി പാർട്ടിക്കകത്ത് ശക്തമാണ്. മാധു, ശരി, UDF യോഗം വിളിക്കാത്തത് എന്തെന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് തോന്നുന്ന സമയത്ത് വിളിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുണ്ട് എന്നിടത്താണ് അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്.